12 വയസ്സുകാരിയെ പീഡിപ്പിച്ച് മദ്രസ പുരോഹിതന്റെ മകൻ പ്രതിക്ക് അന്വേഷണം ഊർജിതം. രാജസ്ഥാനിലെ ഭിവാഡി ജില്ലയിലെ ഒരു മദ്രസയിലാണ് ആ പീഡനം നടന്നത്. 12 വയസ്സുള്ള പെൺകുട്ടിയെ ആ മദ്രസയിലെ പുരോഹിതന്റെ മകൻ ബലാത്സംഗം ചെയ്യുന്നു. ചോപ്പാങ്കി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റെഗ്വാഡ ഗ്രാമത്തിലുള്ള മദ്രസയാണ്. ഒരു റെസിഡൻഷ്യൽ വിദ്യാർത്ഥി എന്ന മട്ടിലാണ് അവിടെ ആ ഉത്തർപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള ആ പെൺകുട്ടി താമസിച്ചിരുന്നത്. ഈ മാസം മെയ് 2-ാം തീയതി, മെയ് 7-ാം തീയതി, ഈ 2 തീയതികളിലായിരുന്നു പീഡനം. അവൾ എതിർത്തു അയാളുടെ പീഡന ശ്രമത്തെ. പക്ഷേ അപ്പോൾ ആ പ്രതി അവളെ ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നുവെന്നാണ് പോലീസിനോട് അവൾ മൊഴി നൽകിയത്. ये मामला ऐसा है, एक पीड़िता है, करीब उम्र से 12 साल है, उसकी नाबालिग है. उसने रिपोर्ट दर्ज कराई थी कि 2 मई को और 7 मई को उसके साथ एक मदरसा है अपने चौपांगी थाना क्षेत्र में ग्वालदा गाँव में. उसमें उसके साथ कुछ गलत काम हुआ है, तो उसने थाने में आकर रिपोर्ट दर्ज कराई. उसकी रिपोर्ट हमने ली है लिखित में, उसकी एफआईआर दर्ज की है. बाकी वो कह रही है कि मदरसे में कोई मौलवी है, मौलवी ने या उसके बेटे ने, वो कंफर्म नहीं है, उसके खिलाफ वो अपने बयान दे रही है. तो उसने उसके साथ गलत काम करना बताया है. बाकी मामले की जांच हम पूरी तहकीकात कर रहे हैं. उसका मेडिकल भी कराया है पीड़िता का आज. बाकी उसके बयान भी लिए हैं, आगे की जांच जारी. तो आरोपी के रूप में मौलवी को बताया या मौलवी के बेटे को बताया गया है? मौलवी के बेटे को एफआईआर में उसने बताया है. अपनी रिपोर्ट में उसने मौलवी के बेटे का नाम लिया है. പഠനത്തിന് വേണ്ടിയാണ് ഒരു നിർധന കുടുംബത്തിലെ അംഗമായിട്ടുള്ള പെൺകുട്ടി ഈ മദ്രസയിലേക്ക് എത്തുന്നത്. ഇതിനുള്ള പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയൊക്കെ ചൊവ്വാഴ്ച നടത്തി. ആ പ്രതി ഒളിവിലാണ്. ആ മദ്രസയിൽ താമസിച്ച് പഠിച്ചു വരികയായിരുന്നു അവൾ. അപ്പോഴാണ് ആ പുരോഹിതന്റെ മകൻ ഇത്തരത്തിൽ ക്രൂരത കാട്ടുന്നത്. ഇയാളെ പിടികൂടാനുള്ള തെരച്ചിൽ ആരംഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറയുന്നു. ഇതാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമം, പോക്സോ, അതുൾപ്പെടെയുള്ള ചുമത്തിയാണ് ഈ പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.